ക്യാൻസർ രോഗനിർണയത്തിനോ ചികിത്സയ്ക്കോ മതിയായ സൗകര്യങ്ങളില്ലാത്ത കാസർഗോഡ് ജില്ല മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് നടപ്പാക്കുന്ന അതിജീവനം മാത്രമാണ് ജില്ലയിലെ രോഗനിർണയത്തിനുള്ള ഏകമാർഗം. ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ പൊതുവെ പിന്നാക്കമാണ് കാസർഗോഡ് ജില്ല. ഈ അവസ്ഥ തന്നെയാണ് ക്യാൻസർ ചികിത്സയുടെ കാര്യത്തിലും. ജില്ലയിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലൊന്നും രോഗത്തിനുള്ള ഒരു ചികിത്സയും ലഭ്യമല്ല. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം, തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അതിജീവനം എന്ന പദ്ധതിയാണ് രോഗനിർണയത്തിന് ജില്ലയിലെ ഒരേയൊരു വേദി. മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ചാണ് അതിജീവനത്തിന്റെ നടത്തിപ്പ്. ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനുള്ള പാപ്സ്മിയർ ടെസ്റ്റ് അടക്കം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി 2 ആശുപത്രികളിലും ഒരുക്കി. 1.5 വർഷം മുൻപാണ് അതിജീവനം ജില്ലയിൽ ആരംഭിക്കുന്നത്. രോഗനിർണയത്തിനൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചകളും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തനം സമയം. സ്ത്രീകളുടെ സ്ഥാനാർബുദം കണ്ടെത്താനുള്ള ക്ലിനിക്കൽ പരിശോധനയാണ്. രണ്ടാമത്തേത് വായിലെ ക്യാൻസർ കണ്ടെത്താനുള്ള ക്ലിനിക്കൽ പരിശോധനയാണ്. മൂന്നാമത്തേത് ഗർഭാശയകള ക്യാൻസർ നേരത്തെ കണ്ടെത്താനുള്ള പാപ്സ്മിയർ ആണ്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിനുള്ള മാമോഗ്രാം മെഷീൻ മാസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചെങ്കിലും പ്രവർത്തിപ്പിക്കാൻ സാങ്കേതിക പരിജ്ഞാനമുള്ളവർ ഇല്ലാതായതോടെ ഉപകരണം വെറും നോക്കുകുത്തിയായി. ക്യാൻസർ ചികിത്സയ്ക്കായി ജില്ലയിലെ രോഗികൾ മംഗലൂരുവിലും കണ്ണൂരുമാണ് എത്തുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ജില്ലയിലെ ക്യാൻസർ ബാധിതരുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. പക്ഷേ എൻഡോസൾഫാൻ ഒരു വിഷമഴയായി പെയ്തിറങ്ങിയ ഈ മണ്ണിൽ നിരവധി ക്യാൻസർ രോഗികളുണ്ട്. ഇവർക്ക് കൃത്യമായ ചികിത്സയും കരുതലും നൽകാനുള്ള നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്. MP ശരത്ചന്ദ്രൻ, മനോരമ ന്യൂസ്, കാസർഗോഡ്.